മുട്ടിൻ്റെ താഴെ മാത്രം വേദനയുണ്ടോ? കാരണം അവിടെ മുട്ടിൽ തന്നെ ആയിരിക്കണമെന്നില്ല. മുട്ടിൻ്റെ താഴെ കാഫിൻ്റെ ഭാഗത്ത് താഴേക്ക് വേദനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ 3 കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഒന്ന്, നെർവിൻ്റെ ഇഷ്യൂസ്, അതായത് നടുവിൽ നിന്നോ ബട്ടക്സിൽ നിന്നോ കാലിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെ സയാറ്റിക് നെർവിൻ്റെ ഇറിറ്റേഷൻ മൂലം അതൊരു കാരണമാകാം. അപ്പോൾ ബേണിങ്, ഇച്ചിങ് സെൻസേഷൻ, നംനെസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ്. 2, മസിലിൻ്റെ ഓവർ യൂസ്, അതിയോഗം, കൂടുതൽ നടക്കുക, ഓടുക അല്ലെങ്കിൽ ദീർഘനേരം നിൽക്കുന്ന ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരിൽ ഈ മസിൽസിൽ സ്ട്രെയിൻ ഉണ്ടാവും. ഇനി 3, സർക്കുലേഷൻ കൊണ്ട്, പ്രത്യേകിച്ച് കാലിൽ പെട്ടെന്ന് സ്വെല്ലിങ്, റെഡ്നെസ്, ശക്തമായ വേദനയൊക്കെ ഉണ്ടെങ്കിൽ സാധാരണയായിട്ടുള്ള മസിൽ കടച്ചിലായിട്ട് കാണുകയല്ല, പെയിൻ തുടർച്ചയായി ഉണ്ടാവുകയോ കാലിലേക്ക് നംനെസ്സോ ടിംഗ്ലിങ്, വീക്ക്നെസ്സൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കണ്ടെത്തുക. മെഡിക്കൽ ഇവാലുവേഷനാണ് അവിടെ വളരെ അത്യാവശ്യമാവേണ്ട കാര്യം. അതിലേക്ക് തന്നെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ നമ്മൾ വളരെ എമർജൻസി ആയിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് അപ്രോച്ച് ചെയ്യണം. കാരണം പെയിൻ എവിടെ അനുഭവപ്പെടുന്നു എന്നതിനേക്കാളുപരി അത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് അറിയണം. അതാണ് അത്യാവശ്യം. ഓക്കെ, ഇനി നംനെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്.